ഏതായാലും നമ്മുടെ രാജ്യത്ത് ഞാൻ പറഞ്ഞത് ഇത് പുതിയ പുതിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഒന്ന് രണ്ട്, അതായത് ഈ ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ഇത് കഴിഞ്ഞു, അത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലം അത് അങ്ങ് ശരിയായി കിട്ടി. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. പിന്നെ ഇനി അടുത്തത് ഇപ്പോൾ എന്താ, വേറെ രണ്ട് പള്ളികൾ, മധുരയിലെ പള്ളി, അതേപോലെ തന്നെ ഗ്യാൻവാബി മോസ്ക്, ഇത് കോടതിയിലേക്ക് വലിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിലേക്ക്. കാരണം ഒരു പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ ഈ പള്ളി പ്രശ്നത്തിൽ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കണമെങ്കിൽ ഇനി അടുത്ത കലാപരിപാടി നടത്തേണ്ടതായിട്ടിരിക്കുകയാണ്. ഏതായാലും ഒരു പ്രസ്താവന, അതായത് ശ്രീ മോഹൻ ഭാഗവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രസ്താവന, ആരും പള്ളിക്കടിയിൽ ശിവലിംഗം തപ്പേണ്ടതില്ല എന്ന് പറഞ്ഞത്, പള്ളികൾക്കടിയിൽ എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെ മടുത്തിട്ടാണ്. കാരണം ഒരെണ്ണം ഈ അടിയും വഴക്കമൊക്കെ കണ്ടു, പ്രായമായ മനുഷ്യനാണ്. ഇനി ഒന്നുകൂടെ ആ രീതി കാണാൻ വയ്യ. എത്രത്തോളം 12,000 പേരല്ലേ ഈ ഇത് അയോധ്യയിലെ ഈ പ്രശ്നം, ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം ആയിട്ട് ഉണ്ടായ ലഹളയിലും ഒക്കെ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കും, അദ്ദേഹത്തിന് വിവരമുള്ള ആളായതുകൊണ്ടായിരിക്കാം അത് പറയുന്നത്. കാരണം പള്ളിക്കടിയിൽ ഇനി നടന്ന് ശിവലിംഗം തപ്പേണ്ടതില്ല എന്ന് പറഞ്ഞു. കാരണം ഏത് പള്ളി തപ്പിയാലും കാണും, ഇവർ കാണുമല്ലോ, ഇതവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുമല്ലോ. അപ്പോൾ ഈ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. അങ്ങനെ ഇനിയിപ്പോൾ ഈ പ്രശ്നം തീർന്നു കഴിഞ്ഞപ്പോൾ എന്താണ് അടുത്ത പ്രശ്നം? ഇതാണ് ഇനി വരാൻ പോകുന്നത്. ഗ്യാൻവാബി മോസ്കും കാരണം ഇത് ലൈവായിട്ട് ഈ ലഹള ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ ലൈവായിട്ട് ഈ ഹേറ്റ്രഡ്, അതായത് വൈരാഗ്യം നിലനിർത്തണം. ആ വൈരാഗ്യം നിലനിർത്തിയാൽ മാത്രമേ ഇവർക്ക് കഴിയുന്നുള്ളൂ ഇനി മുമ്പോട്ട് പോകാൻ എന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം എന്നും ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടായി കിട്ടണം. ആ പ്രശ്നത്തിൽ പിടിച്ചാണ് ഈ കയറുന്നത്. അപ്പം ജനങ്ങളുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ രീതിയിൽ വളരെ സീരിയസ് ആയിട്ടൊന്നും ഒരു കാര്യങ്ങളെക്കുറിച്ചും കാണുന്നവരൊന്നും അല്ല. അവർക്കിതിനൊന്നും സമയമില്ല. കാരണം നമ്മുടെ ഈ കേരളത്തിലെ പോലുള്ള സാക്ഷരതയൊന്നും അവിടെങ്ങുമില്ല. ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ ബോധമുള്ള ആളുകളും നല്ല രീതിയിൽ ചിന്തിക്കുന്നവരും വിദ്യാഭ്യാസമുള്ളവരുമാണ്. ആ ബോധം വരുന്നത് ഇതുകൊണ്ടാണ്, അല്ലാതെ ആരും കൊള്ളരുതാത്തതുകൊണ്ടല്ല. പക്ഷേ അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ ആ കുറവുണ്ട്, പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ഈ സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമുണ്ട്. സവർണ അവർണ വ്യത്യാസം എന്ന് പറയുന്നത് ഇന്നും വളരെ വലുതായിട്ട് നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. അപ്പോൾ ആ രീതിയിലൊക്കെ പോകുമ്പോൾ അവർക്ക് വളരെ സീരിയസ് ആയിട്ട്, അതായത് ഗൗരവതരമായ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കയറി ഇടപെടാനൊന്നും അവർക്ക് താല്പര്യമില്ല, അവരെ കൊണ്ട് പറ്റുന്നതുമല്ല. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഏതായാലും സൗത്ത് ഇന്ത്യയിൽ ഇനി അവിടെ നോർത്ത് ഇന്ത്യയിൽ അത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ സൗത്ത് ഇന്ത്യ, തെക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർക്ക് ഒരു ബേസ് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എത്രയെങ്കിലും ഒരു സീറ്റ് വളരെ കുറഞ്ഞ തോതിലെങ്കിലും ഒന്ന് അവർക്ക് കിട്ടണം. അതാണ് വേണ്ടത്. അപ്പോൾ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയലളിതയുടെ പാർട്ടി എന്ന് പറയുന്നത് ഏതാണ്ട് അസ്തമിച്ച രീതിയിലാണ്. അത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിയിൽ അതേതാണ്ട് മുങ്ങിപ്പോയി. നേരെ മറിച്ച് സ്റ്റാലിൻ വളരെ നല്ല കരുത്തോടു കൂടി തന്നെ ജോലി ചെയ്യാണ്. ഒരു നല്ല മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അത് നോക്കുമ്പോൾ അവരുമായിട്ടൊരു ബാന്ധവത്തിന് ഇനി ഒരു സ്കോപ്പില്ല BJPക്ക്. അദ്ദേഹം BJP അടുപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ കേരളത്തിലാണ് കണ്ണ്. ഏതെങ്കിലും വിധത്തിൽ ഇവിടെ എന്നൊക്കെ പറയുന്ന ഈ പ്രതിപക്ഷമൊക്കെ അത് ആ രീതിയിലൊക്കെ ഉള്ള ഒരു അതിനെയൊക്കെ ഒതുക്കി മാർക്സിസ്റ്റ് പാർട്ടി ശരിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഉടനെ അതിനകത്ത് കൊണ്ടുവന്ന് കലക്ക വെള്ളത്തെ മീൻ പിടിക്കുന്ന മാതിരി ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാമെന്നുള്ള ഒരു നോട്ടമാണ് നോക്കുന്നത്. നടക്കുന്നത് നടക്കട്ടെ.